വചനമൊഴി നോമ്പുകാലം 3-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 15:7-15, തോബിത്ത് 12:6-15, 2 Korinthos 8:9-15, മത്തായിയുടെ സുവിശേഷം 6:1-8-16-18. നോമ്പുകാലം 3-ാം ഞായറാഴ്ച നോമ്പിന്റെ ചൈതന്യത്തിൽ ആഴപ്പെടുന്നതിനും അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നതിനും വേണ്ടിയുള്ള സന്ദേശമാണ് തിരുവചന പ്രഘോഷണങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയുടെ ഗിരിപ്രഭാഷണത്തിൽ നിന്നുമുള്ള വചനഭാഗമാണ് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് നാം ശ്രവിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യം, നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ്. പഴയ നിയമഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയമങ്ങളും ആചാരങ്ങളുമൊക്കെ പരാമർശിച്ചുകൊണ്ട് അവയെ പൂർത്തീകരിച്ച് വിശദമായി സംസാരിക്കുന്ന ഈശോയെയാണ് ഗിരിപ്രഭാഷണത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട ജീവിത ശൈലിയാണ് ഈ പ്രഭാഷണത്തിലുടനീളം ഈശോ പഠിപ്പിക്കുന്നത്. മിശിഹായുടെ മാർഗത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി ഗിരിപ്രഭാഷണത്തെ കാണാം. യഹൂദരുടെ ആത്മീയ ജീവിതത്തിലെ പരമപ്രധാനമായ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. ധർമ്മദാനം, പ്രാർത്ഥന, ഉപവാസം. യഹൂദ മതജീവിതത്തിന്റെ ആഴം നിശ്ചയിച്ചിരുന്നത് ഈ ത്രിവിധ ദൗത്യങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പ്രഭാഷകൻ 3:30. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്നും അത് നിന്നെ രക്ഷിക്കും. പ്രഭാഷകൻ 29:12. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്നതുപോലെ കർത്താവ് വിലമതിക്കുന്നു. പ്രഭാഷകൻ 17:22. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. പ്രഭാഷകൻ 7:10. നിങ്ങൾക്കിത് വിശുദ്ധ സാബത്ത് ദിവസമാണ്, നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കണം. ലേവ്യർ 16:31. ഉപവാസം തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും കർത്താവിങ്കിലേക്ക് തിരിയുന്നതിനുമുള്ള മാർഗമാണ്. 2 ദിനവൃത്താന്തം 20:3, എസ്ര 8:21. ഇപ്രകാരം ഇസ്രായേൽക്കാരുടെ പ്രാർത്ഥനാ ജീവിതത്തോട് ചേർന്ന് നിന്നിരുന്ന കാര്യങ്ങളായിരുന്നു ദാനധർമ്മവും ഉപവാസവും. കാലങ്ങൾ കൊണ്ട് ഇസ്രായേൽ ജനതയുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഈ ആചാരങ്ങളിലെല്ലാം കപടത കടന്നു വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ അവയെ തിരുത്തിക്കൊണ്ട് പുതിയ മാനം പ്രഘോഷിച്ച് സുവിശേഷമായി മാറുന്ന ഈശോ ഈ ത്രിവിധ ദൗത്യങ്ങൾക്കും പുതിയ ദർശനം നൽകുകയാണ്. യഹൂദ മതചിന്തയുടെ കേന്ദ്ര പ്രമാണങ്ങളായി അവർ കരുതിയിരുന്ന ദാനധർമ്മം, ഉപവാസം, പ്രാർത്ഥന എന്നിവയെക്കുറിച്ച് പരാമർശിക്കുകയും അവ ക്രിസ്തീയ ജീവിതത്തിൽ എപ്രകാരം അനുഷ്ഠിക്കണമെന്ന് പ്രബോധിപ്പിക്കുകയുമാണ് സുവിശേഷം ചെയ്യുന്നത്. ഇവയെല്ലാം തന്നെ എത്ര തന്നെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായാലും അവ കേവലം പ്രകടനങ്ങളായി ചെയ്യുന്നതും കപടനാട്യത്തോടെ ചെയ്യുന്നതും തെറ്റാണ് എന്നും ക്രിസ്തു ശിഷ്യൻ അവ അനുകരിക്കരുത് എന്നും ഈശോ പഠിപ്പിക്കുന്നു. ഭിക്ഷ കൊടുക്കുന്നതിനെയോ പരസ്യമായി പ്രാർത്ഥിക്കുന്നതിനെയോ ഉപവാസം അനുഷ്ഠിക്കുന്നതിനെയോ അല്ല ഈശോ കുറ്റപ്പെടുത്തുന്നത്. മറിച്ച് മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രകടനങ്ങളെയാണ്. അനുഷ്ഠിക്കുന്നവരുടെ മനോഭാവമാണ് അവിടുന്ന് നോക്കുന്നത്. കർത്താവിന്റെ പക്കലേക്ക് തിരിയേണ്ടതിനാണ് ഈ സത്കൃത്യങ്ങൾ. അതിനു പകരം തന്നിലേക്ക് ശ്രദ്ധ ലഭിക്കുന്നതിന് അവ അനുഷ്ഠിക്കുന്നതാണ് കർത്താവ് വിമർശിക്കുന്നത്. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയായിരിക്കേണ്ടതാണ്. അതിൽ നിന്നു മാറി കപടതയുടെ മുഖം ധരിച്ച്
മനുഷ്യരുടെ പക്കൽ നിന്നുമുള്ള പ്രശംസയ്ക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നതാണ് ഈശോ ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ ഓരോ കാര്യം പറയുമ്പോഴും കപടനാട്യത്തെ ഈശോ എതിർക്കുകയാണ്. കപടനാട്യത്തെ മറ്റവസരങ്ങളിലും ഈശോ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വ്യത്യാസം സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ഗ്രീക്ക് വാക്കുകളിലാണ്. അപ്പോ ദീദമി അപ്പേഖോ. ഒന്നാമത്തെ വാക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലേക്കും രണ്ടാമത്തേത് അപ്പോൾ തന്നെ ലഭിക്കുന്ന പ്രതിഫലത്തിലേക്കും സൂചിപ്പിക്കുന്നതാണ്. ദാനധർമ്മം തങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ അതിപ്രധാന കർമ്മങ്ങളായിരുന്നെങ്കിലും അവ വാദ്യഘോഷങ്ങളുടെ വളരെ പരസ്യമായി ചെയ്ത് അപ്പോൾ തന്നെ പ്രശംസ നേടുവാൻ ശ്രമിച്ചിരുന്ന പശ്ചാത്തലത്തിലാണ് രഹസ്യത്തിൽ സത്കൃത്യങ്ങൾ ചെയ്ത് ദൈവപിതാവിന്റെ പക്കൽ നിന്നും പ്രതിഫലം നേടുവാൻ ഈശോ ഉപദേശിക്കുന്നത്. തന്റെ ശിഷ്യന്മാരുടെ ധാർമ്മികത പരീശയരുടെയും നിയമജ്ഞരുടെയും ധാർമ്മികതയെ കവിഞ്ഞു നിൽക്കുന്നതായിരിക്കണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. മനുഷ്യന് നന്മകൾ ചെയ്യുന്നതും ദൈവം മുൻപിൽ സ്വീകാര്യമാകത്തക്ക വിധം അനുഷ്ഠിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് സ്വാർത്ഥപരമായ താല്പര്യത്തിലായിരിക്കരുത്, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അധിഷ്ഠിതമായി ആയിരിക്കണം. ആത്മീയത ഒരു പ്രകടനമാകരുത്, അത് ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിന്റെ പ്രതിഫലനമാകണം. സമ്പത്തുള്ളവന് ധാരാളം പ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കും, എന്നാൽ അത് ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും നിഷ്കളങ്ക പ്രതിഫലനമാകുമ്പോഴേ ക്രിസ്തീയമാകുന്നുള്ളൂ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ ഇസ്രായേൽ ജനത്തിനുണ്ടായിരിക്കേണ്ട ജീവിത ശൈലിയാണ് പറയുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ജനം പാലിക്കേണ്ട നിയമങ്ങളാണ്, ജീവിത രീതികളാണ് മോശ വിവരിക്കുന്നത്. ഇതിൽ 15-ാം അധ്യായത്തിൽ തങ്ങളുടെ ഇടയിലുള്ള അഗതിയും ദരിദ്രരുമായ സഹോദരങ്ങളോടുള്ള പെരുമാറ്റം എപ്രകാരമായിരിക്കണമെന്നാണ് പ്രതിപാദിക്കുന്നത്. ദരിദ്രർക്ക് ഉദാരമായി നൽകണം എന്നാണ് തിരുവചനം പറയുന്നത്. ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ സഹോദരർക്ക് കൈ അയച്ച് നൽകുക. നിങ്ങൾക്കുള്ള സകലത്തിന്റെയും ദശാംശം നൽകണമെന്നും അത് ലേവ്യർക്കും അഗതികൾക്കും അനാഥർക്കും വിധവകൾക്കുമായി നൽകണമെന്നും നിയമം നിഷ്കർഷിച്ചിരുന്നു. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ പ്രവൃത്തികൾ കാണുന്ന ദൈവം നിനക്ക് പ്രതിഫലം നൽകും. പരസ്നേഹ പ്രവൃത്തികളിലൂടെ പുണ്യജീവിതം നയിച്ചിരുന്ന ഒരു ഉത്തമ യഹൂദനായിരുന്ന തോബിത്തിനുണ്ടായ അനുഭവമാണ് ഇന്നത്തെ രണ്ടാമത്തെ പ്രഘോഷണത്തിൽ കാണുന്നത്. തോബിത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും കാണുന്ന ദൈവം അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാകുമ്പോൾ പ്രാർത്ഥന കൂടുതൽ ഉത്തമമെന്ന് ദൂതൻ തോബിത്തിനോട് പറയുന്നു. അതിനാലാണ് തോബിത്തിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടത്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ വരികയില്ല. പ്രാർത്ഥനാ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ അനുഗമിക്കേണ്ട കാര്യങ്ങളാണ് ഉപവാസവും ദാനധർമ്മവും നീതിയുമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ജെറുസലേമിലെ സഭയിൽ ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ അവിടെയുള്ളവർക്ക് വേണ്ടി കഴിയുന്ന വിധത്തിൽ സംഭാവന ചെയ്യാൻ പൗലോസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് നൽകുന്ന ആഹ്വാനത്തിന്റെ ഭാഗമായുള്ളതാണ് ഇന്ന് ലേഖനത്തിൽ നിന്നും നാം ശ്രവിച്ചത്. കൽപ്പനയായല്ല സ്ലീഹ ഇത് പറയുന്നത്, മറിച്ച് ഓരോരുത്തരും സ്വതന്ത്രമായി തങ്ങളുടെ കഴിവിനനുസരിച്ച് സ്നേഹത്തിൽ അധിഷ്ഠിതമായി ദാനം ചെയ്യണം. അവരുടെ സമൃദ്ധി നിങ്ങളുടെ കുറവിനും നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധി അവരുടെ കുറവിനും ഉതകണം.
എന്ന് ശ്ലീഹ പ്രബോധിപ്പിക്കുന്നു. ആദിമ സഭാവിശ്വാസികൾ ജീവിച്ചു പോന്ന ജീവിത ശൈലിയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. നോമ്പുകാലം ദാനധർമ്മത്തിന്റെയും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും കാലമാണ്. അത് ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ അനുഷ്ഠിച്ച് ആത്മവിശുദ്ധീകരണം നേടുന്നതിനും ജീവിത നവീകരണം നടത്തുന്നതിനുമുള്ള അവസരമാക്കണം. ദൈവത്തിൽ നിന്ന് പ്രതിഫലം നേടുന്നതിന് അവ നമ്മെ യോഗ്യമാക്കണം എന്ന് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനായി നമ്മുടെ നോമ്പാചരണങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മെ സഹായിക്കട്ടെ. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.